ഗായ്സ്, ഞങ്ങളിപ്പോൾ നിൽക്കുന്നു മൂന്നാറിലെ നേച്ചർ ഫാം റിസോർട്ടിലാണ്. മൂന്നാറിലെ നേച്ചർ ഫാം റിസോർട്ടിലെ കൂടാരത്തിന് മുമ്പിൽ ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്ത നമ്മുടെ ടെൻറ്റിന് മുമ്പിലാണ് ഞാനും ദേവിട്ടും നിൽക്കുന്നത്. ഞങ്ങൾ രാവിലെ മോർണിംഗിന് എണ്ണീറ്റു, ഫുഡൊക്കെ കഴിച്ചു, ഒന്ന് റെഡി ആയിട്ട് ഇൻട്രോ പറയാൻ വേണ്ടി ഇവിടെ സെറ്റായിട്ട് നിൽക്കുമായിരുന്നു അല്ലേ ദേവിട്ടി? എങ്ങനെയുണ്ട് നമ്മുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ? എളുപ്പം എന്ന് പറഞ്ഞേ. അതെ, ഫാമിലി ആയിട്ടും കപ്പിൾസ് ആയിട്ടും ഒക്കെ വരാൻ, കൊച്ചു കുട്ടികളായിട്ടൊക്കെ വരാൻ വളരെയധികം സേഫ് ആണ് അല്ലേ? അടിപൊളി സ്പോട്ടാണ്. ഈ കാണുന്ന അതെ ഈ കാണുന്ന ഒരു കൂടാരത്തിലാണ് ഞങ്ങൾ ഇന്നലത്തെ രാത്രി മുഴുവൻ സ്റ്റേ ചെയ്തത്. രാവിലെ എഴുന്നേറ്റപ്പം നല്ല അതിശക്തമായ കാറ്റായിരുന്നു കേട്ടോ. ഞങ്ങൾ ഓർത്ത് ഇതിനി പറന്നു പോകുന്നില്ല വിചാരിച്ച്. കാറ്റെന്ന് പറഞ്ഞാൽ തണുപ്പും കോടയും മഞ്ഞും എല്ലാം കൂടെ ചേർന്ന് പൂന്നൊരു സൗണ്ടാണ്. ആ സൗണ്ട് കേട്ടോ ഞങ്ങൾ എഴുന്നേക്കുന്നത് 7 മണി മുതൽ, 7 മണിയല്ല വെളുപ്പിന് മുതലേ കാറ്റാണ്. അതെ ഞങ്ങളൊരു 7 മണി 7:15 എഴുന്നേറ്റപ്പോൾ കാരണം പുറത്തോട്ട് വരാൻ പോയി. അതുപോലത്തെ തണുപ്പാണ്. നിങ്ങൾ നോക്കിയേ, ഈ പുറവശത്ത് കണ്ടോ ഈ ഒരു മൂന്നാർ മലനിരകളുടെ തൊട്ട് താഴെ തേയിലത്തോട്ടങ്ങൾ നിൽക്കുന്നുണ്ടോ? തേയിലത്തോട്ടത്തിൻ്റെ ഇടം നല്ല മരങ്ങളും ഈ കോടയും മഞ്ഞും എല്ലാം കൂടി ഇങ്ങനെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി വരത്തില്ല. അതുപോലെ ഇങ്ങനെ താന്നുകൊണ്ട് ഏത് നിമിഷവും കോട വന്ന് കയറി ഇറങ്ങിപ്പോവും. അതുപോലത്തെ ഒരു ഫീലാണ്, ഒരവസ്ഥയാണ് ഇവിടെ ഉണ്ടാകുന്നത്. കൂടാരം നേച്ചർ ഫാമിൻ്റെ ഫുൾ റിവ്യൂ വീഡിയോയിലേക്ക് ബിഗ് ഗ്ലോറിൻ്റെ എല്ലാവരെയും ഞാനും ദേവുട്ടിയും സ്വാഗതം ചെയ്യുന്നു. ഈ കാണുന്നതാണ് നമ്മുടെ കൂടാരം നേച്ചർ ഫാം റിസോർട്ടിൻ്റെ ആ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് കാണാൻ സാധിക്കുന്നത് കൂടാരം നേച്ചർ ഫാം ബൈ അസ്റ്റോറിയ അഡ്വഞ്ചർ പോത്തങ്കോട് മൂന്നാർ എന്നൊരു ബോർഡ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിൽക്കുമ്പോൾ തന്നെയുള്ള ലൊക്കേഷൻ നോക്കിയാൽ ദേവുട്ടി അടിപൊളിയല്ലേ? നിങ്ങൾ നോക്കിയേ, നമ്മുടെ റിസോർട്ട് താഴെയാണ്. അതിൻ്റെ തൊട്ട് മുകളിൽ കാണുന്ന ആ ഒരു മല നിങ്ങൾ കണ്ടോ? കോട ഇങ്ങനെ ഇറങ്ങി വരുന്നതേ ഉള്ളൂ. സമയം എത്ര ഇപ്പം? 10 മണി, 10:30 ആയതേ ഉള്ളൂ. 10:30 ആയപ്പം തന്നെ സാറിന് നമ്മുടെ നാട്ടിലൊക്കെ വെയിൽ ഉദിച്ച് വരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ കോട മലനിരകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരികയാണ് സുഹൃത്തുക്കളെ. നേരെ ബാക്കി കൂട്ടി വണ്ടികളൊക്കെ പോകുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? അത് നമ്മുടെ കൊച്ചി റോഡാണ്. മൂന്നാറിൽ നിന്നും കൊച്ചിക്ക് പോകുന്ന, എറണാകുളത്തിനൊക്കെ പോകുന്ന റോഡാണ്. മൊബൈൽ സൂം ചെയ്ത് എത്രത്തോളം ക്ലിയർ ആകുമെന്ന് എനിക്കറിയത്തില്ല. സൂക്ഷിച്ച് നോക്കി കാണാം, വാഹനങ്ങൾ ഇങ്ങനെ ലൈനായിട്ട് പോകുന്നത് കാണാം. അതായത് നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നല്ല ക്ലിയർ ആയിട്ട് കാണാം വാഹനങ്ങൾ പോകുന്നുണ്ടോ. നമ്മുടെ ആനവണ്ടി പോകുന്നു, നമ്മുടെ KSRTC പോകുന്നുണ്ടോ മൂന്നാറിലേക്ക് പോകുന്നത് കണ്ടോ? അടിപൊളിയല്ലേ? ഈ കാണുന്ന നമ്മുടെ കൂടാരത്തിൻ്റെ ഒരു പാർക്കിംഗ് സെക്ഷൻ കേട്ടോ. ഇവിടെ അത്യാവശ്യം വാഹനങ്ങൾ നമുക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. പാർക്കിങ്ങിൻ്റെ ചെറിയൊരു ബോർഡ്, അതൊരു വുഡ് സ്റ്റൈലിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളിനി ഇങ്ങോട്ട് നോക്കി ഈ കാഴ്ചകൾ നിങ്ങൾ കണ്ടോ? കോട ഇങ്ങനെ ഇറങ്ങി വരുമല്ലേ? താഴോട്ട് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ കോട വന്ന് പോകുന്നത് പറയാൻ പറ്റത്തില്ല. ചില സമയങ്ങളിൽ വരും പോകും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ. ഇതാ ഇവിടെ ചെക്കൗട്ടായി പോകുന്ന ഫാമിലി എന്ന് തോന്നുന്നത്. സാർ, യുവർ ഗുഡ് നെയിം പ്ലീസ്? ഇസ്ദാനി. മാം പേര്? മെഹജീബിൻ. വാവേ ഹായ് ബോലോ. അമീർ ഇസാൻ. ഓക്കെ, യു ആർ ഫ്രം? യു ആർ ഫ്രം Andhra. Okay. Nellore. Okay. First time Munnar. Munnar first time. I'm first time. Kudaram resort experience. Your experience? It's good. Yes. Beautiful view and times also good. Okay sir, thank you. It's beautiful for couples and couples. Okay. Yes. Thank you. Food super. കണ്ടോ ഫാമിലീസ് ഒക്കെ പറഞ്ഞോ? അവർ ആന്ധ്രക്കാരല്ലേ? ആന്ധ്രയിൽ നിന്ന് വന്ന ഫാമിലിയാണ്. അവരുടെയൊക്കെ അഭിപ്രായം നിങ്ങൾ കേട്ടല്ലോ. അതുപോലെ അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ നോക്കി, നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോൾ തന്നെ ഈ റിസോർട്ട് നമ്മളെ സ്വാഗതം ചെയ്യുന്നത് 2 സൈഡിലും പച്ചിപ്പാണ്. പച്ചിപ്പും ഹരിതാവും അല്ലേ? പച്ചിപ്പും അതുപോലെ തന്നെ ഇലച്ചെടികളും ഇതുപോലെ പൂക്കളും. ഈ കുഞ്ഞിപ്പൂവുണ്ട്. ഇതെന്ത് പൂ ദേവിട്ടി ഈ കാണുന്നത്? നമ്മുടെ ഇതിൻ്റെ കൂട്ട്, നമ്മുടെ 4 മണി പൂ പോലെ തന്നെ അല്ലേ? അതെ ഹൈ റേഞ്ച് തണുപ്പുള്ള ഏരിയയിൽ മാത്രം കിളിക്കുന്ന പൂവാണ് ഇതല്ലേ? അതെ. ഈ ചെടി എന്താണ്? ഇത് കണ്ടോ, അടിപൊളിയേ, സൂപ്പർ. ഇതിങ്ങനെ വെട്ടി വെക്കുന്നതല്ലേ അതോ ഇങ്ങനെ കിളിക്കുന്നതല്ലോ? ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഈ 2 സൈഡിലും വലിയ ചെടികൾ, ഇങ്ങനെ ഇലച്ചെടികൾ ഇങ്ങനെ വെട്ടി സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ടേ. ഇത് പൈൻ ചെടിയല്ലേ? പൈൻ മരം, മറ്റേ മരം പോലെ കിളിക്കുന്നതല്ലേ? അത് വെട്ടി നിർത്തിയേക്കുക. ഓ അടിപൊളി, സൂപ്പർ. ഇതാ നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോൾ ആ ചെടികൾ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെയൊക്കെ ഒരുപാട് ചെടികളുണ്ട്. ഈ സൈഡിലെല്ലാം കൂടുതലും ഇലച്ചെടികളാണ്. താഴോട്ട് പോയി കഴിഞ്ഞാൽ മൂന്നാറിൽ ഈ വർഷം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു നീല കളറുള്ള ചെടി നമുക്കവിടെ കാണാൻ സാധിക്കും. നീലക്കുറിഞ്ഞല്ല, നീല കളറുള്ള ചെടി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കദളി ചെടിയോ ആണോ? അതെനിക്കറിയത്തില്ല, ഞങ്ങൾ കാണിക്കാം. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ. ഈ ചെടിയുടെ കാര്യം ഞങ്ങൾ പറഞ്ഞു കേട്ടോ. നോക്കി, അടിപൊളി. അതെ, ഇവിടെ ഫുൾ ഇതാണ് കേട്ടോ. ഈ ഒരു റിസോർട്ടിൽ ഫുൾ ഈ ചെടിയാണ് കൂടുതലായിട്ടും കിളുത്ത് നിൽക്കുന്നത്. ഇതിൻ്റെ ഈ പൂവിൻ്റെ ടൈമാണ് മൂന്നാറിൽ. നമ്മൾ ഈയിടെയൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ കണ്ടില്ലേ, ഈ ഒരു പൂ വിരിയുന്ന ഒരു മാസമാണെന്ന് തോന്നുന്നു ഈ ടൈമേ. അടിപൊളിയല്ലേ? ആ ബ്ലൂ കളറും ദൂരെ നമ്മുടെ ആ ഒരു കോടയും മലയും ഒക്കെ അടിപൊളിയാണ്. ഇതാ മുല്ലപ്പൂ നിൽക്കുന്നത് കുട്ടി, വിരിഞ്ഞിട്ടില്ല. മുട്ട മുല്ലയും കൂടെ വിരിഞ്ഞിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു അല്ലേ? അപ്പം ഗൈസ്, നമ്മുടെ നാട്ടുമ്പുറത്തുള്ള മുല്ലപ്പൂ മുതൽ നമ്മുടെ
ജമന്തി പൂവും മല്ലിപ്പൂവും എല്ലാം ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്, സൂപ്പറാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കൂടാരത്തിൻ്റെ ആ ഒരു റിസപ്ഷൻ കേട്ടോ. റിസപ്ഷൻ ഏരിയ നമ്മൾ ഇറങ്ങി വന്നത് എൻട്രൻസിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നേരെ വരുന്നത് ഈ റിസപ്ഷനിലോട്ടാണ്. കൂടാരം കണ്ടോ, അടിപൊളിയാണ്. അറ്റ് കൂടാരം അല്ലേ, നോക്കിയേ. അത് നല്ല അടിപൊളി കളർഫുള്ളായിട്ട് അവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു കൂടാരത്തിൻ്റെ മുകളിൽ വേറൊരു കൂടാരം തൊട്ട് ബാക്കി കാണാൻ സാധിക്കും നമുക്ക്. ഈ കൂടാരത്തിൻ്റെ ബാക്കിൽ മുകളിൽ മറ്റൊരു കൂടാരം കാണാൻ സാധിക്കും. അതൊരു ലവ് കേട്ടോ. അത് നമുക്ക് ലാസ്റ്റ് അതിൻ്റെ മുകളിൽ കയറി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണം. ഇതാണ് റിസപ്ഷൻ കേട്ടോ. നമ്മളിങ്ങനെ വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് ഇങ്ങനെ കയറാവുന്നൊരു ചെറിയ പടി കൊടുത്തിട്ടുണ്ടേ. അടിപൊളി ദേവിട്ടിങ്ങി വന്നേ, എന്നാ വ്യൂ ആണെന്ന് നോക്കിയേ. ഇവിടെ ഒരു കൂടാരത്തിൻ്റെ ഒരു വുഡാ സ്റ്റൈലിൽ കൂടാരം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാ വ്യൂ അല്ലേ, അടിപൊളി. ഇത് എവിടെ നോക്കിയാലും വ്യൂ ആണല്ലോ. നമ്മുടെ കൂടാരം റിസോർട്ടിലെ ഒരു പ്രത്യേകത, മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ആ വ്യൂ പോയിന്റുകളാണ്. ഇന്ന സ്ഥലത്തൊരു വ്യൂ ഒന്നുമില്ല. നമ്മൾ ഈ റിസോർട്ടിൻ്റെ എവിടെ ചെന്നാലും നമ്മൾ നേരെ മുകളിൽ നിന്നാണ് ഇറങ്ങി വന്നത്. അവിടെ നിന്ന് കഴിഞ്ഞാൽ മലനിരകളും നമ്മൾ വന്ന വഴിയും തേയിലത്തോട്ടങ്ങളും എല്ലാമായിട്ട് അവിടെ ഒരു വ്യൂ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളായിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ നമ്മുടെ കൂടാരത്തിൻ്റെ ഒരു റിസപ്ഷൻ കാണാം. അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് നമ്മൾ ഇങ്ങോട്ട് കയറിയത്. ഇവിടെ വന്നപ്പോഴത്തേന് ഇവിടെ അടിപൊളി ഒരു വ്യൂ ആണ്, നല്ല പക്ക വ്യൂ ആണ് കാണുന്നത്. ആ ഒരു സ്ഥലവും ആ ഒരു ഭാഗമൊക്കെ ഇവിടെ ഞങ്ങൾക്ക് അറിയത്തില്ല. എന്നിരുന്നാലും അടിപൊളിയാണ്. അവിടെയൊക്കെ ഒരുപാട് ഹോം സ്റ്റേകളും റിസോർട്ടുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. തൊട്ട് മുകളിൽ ഒരു റിസോർട്ട് കാണാൻ സാധിക്കും. പക്ഷേ അവിടെ കോട ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിൽക്കുന്നിടത്തൊക്കെ കോടയുണ്ട്. നമുക്ക് പക്ഷേ കണ്ണിൽ ആ കോട കാണാൻ സാധിക്കത്തില്ല അല്ലേ. നല്ല തണുപ്പ്. ക്യാമറ കാണുന്നുണ്ടോ? ഉണ്ടല്ലേ. യെസ്, വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എല്ലാം നമുക്ക് പറയത്തില്ല അത് കണ്ടോ ഇല്ലെന്നൊക്കെ. അപ്പോൾ എന്തായാലും ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യല്ലേ കേട്ടോ. അതുപോലെ ഞങ്ങൾ ഉറപ്പ് പറയാണ്, ഈ ഒരു റിസോർട്ട് കൂടാരം നേച്ചർ ഫാം റിസോർട്ട് മൂന്നാർ കിടിലം റിസോർട്ടാണ്. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നല്ല പക്ക സേഫ്റ്റിയിൽ പക്ക കോപ്പറേറ്റീവ് ആണ് എടുത്ത് ഓരോ സ്റ്റാഫ് പോലും. ഞങ്ങൾ നല്ലതായിട്ട് എൻജോയ് ചെയ്തല്ലേ. ദേവട്ടി പറയായിരുന്നു ഇവിടെ നിന്ന് എങ്ങനെ പോകാൻ തോന്നുന്നില്ലെന്ന് പറയുമായിരുന്നു. അടിപൊളിയാണ്, അതുപോലെ സൂപ്പറാണ്. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്കൊരു അതെ സെറ്റിങ്ങും അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അടിപൊളിയാണ്. നമുക്ക് ഫാമിലിയായിട്ടും കപ്പിൾസായിട്ടും ബാച്ചിലേഴ്സും ആരായിക്കോട്ടെ, ആരാണെങ്കിലും ഇവിടെ വന്നിരുന്ന് ഓരോ സമയങ്ങളിലും ഇന്ന സമയമൊന്നുമില്ല. എപ്പം വേണമെങ്കിലും പകലായിക്കോട്ടെ, ഉച്ചയ്ക്കായിക്കോട്ടെ, നൈറ്റ് ആയിക്കോട്ടെ, ഇനി പാതിരാത്രിക്കാണെങ്കിൽ പോലും ഇവിടെ വന്നിരുന്ന് സംസാരിക്കാനും നമ്മുടെ ഓരോ കാര്യങ്ങൾ അയവിറക്കിയായിരിക്കും അല്ലേ. അയവിറക്കം എന്നല്ലേ പറയുന്നത്. ഇങ്ങനെയൊക്കെ അതെ, ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ നല്ല മഴയായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ മഴയായതുകൊണ്ട് നമുക്ക് ആ ക്ഷീണവും ഞങ്ങൾ വന്നതിൻ്റെ ക്ഷീണവും എല്ലാം കൂടെ ഉണ്ട്. ഞങ്ങൾ അത്രയും പുറത്തോട്ട് ഇറങ്ങിയില്ല. വൈകിട്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടിയാണ് പുറത്തോട്ട് ഇറങ്ങിയത്. പിന്നെ ക്യാഫെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പൂ നമുക്കൊന്ന് അടുത്ത് കാണാം. ഇത് കണ്ടോ, ഒരു 5 ഇതളുകളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നടുക്ക് കുറേ വള്ളി പോലെ നോക്കി. അടിപൊളിയല്ലേ. മണമുണ്ടോ നോക്കിയത് കുട്ടി? മണമുണ്ടോ നോക്കി, ചെറുതായിട്ട് മണപ്പിച്ച് നോക്കി. ഉണ്ടോ? മണമില്ല. ഇന്നലെ വന്നപ്പോൾ മുതൽ റിസപ്ഷനിൽ കയറി നമ്മുടെ പേരും ഡീറ്റെയിൽസും എല്ലാം കൊടുത്തതിന് ശേഷം ഫസ്റ്റ് ദേവൂട്ടി വന്ന് ആടിയത് ഊഞ്ഞാലല്ലേ. ഈ ഊഞ്ഞാലല്ല, ഒരു തൊട്ടപ്പുറത്തെ ഊഞ്ഞാലാണ് ആദ്യം ആടിയത്. സൂപ്പർ അല്ലേ. ഇത് നമ്മുടെ ഫോട്ടോഷൂട്ടൊക്കെ ഇല്ല, നമ്മുടെ ഓണം സെലിബ്രേഷനിലൊക്കെ ഫോട്ടോഷൂട്ടിന് പറ്റിയതാണ് ആ ഒരു പൂവൊക്കെ. ഈ ലെഫ്റ്റ് സൈഡ് കാണിക്കാതെ നേരെ വ്യൂ കാണിച്ചുകൊണ്ട് എടുക്കാമെങ്കിൽ അടിപൊളിയല്ലേ. സൂപ്പർ അല്ലേ. 2 പേർക്ക് കയറാമോ അതോ ഒരാൾക്ക്? കുഞ്ഞുങ്ങളെല്ലാം ഇന്നലെ ഊഞ്ഞാലിനായിരുന്നു അല്ലേ. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ റിസപ്ഷനും അതുപോലെ തന്നെ ഡൈനിങ്ങും. ഇപ്പോൾ വന്നപ്പോൾ തന്നെ ആ ഒരു റിസപ്ഷനിൽ വന്ന് നമ്മുടെ പേരും ഡീറ്റെയിലും എല്ലാം കൊടുത്ത് അതിനുശേഷം ഈ ഡൈനിങ് വന്ന് നൈറ്റത്തെ ഡിന്നറും രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിച്ചത് ഇവിടെയാണ് കേട്ടോ. ഇവിടെ മറ്റൊരു ഊഞ്ഞാലുണ്ടല്ലേ. ഇത് അതുപോലെ തന്നെ പൂ ഉണ്ടായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നല്ലേ, നൈറ്റ് ആയതുകൊണ്ട് കണ്ടില്ല. ഇതൊരു വെറൈറ്റി ഊഞ്ഞാല. ഇത് കുഞ്ഞുങ്ങളുടെ മാമൂസ ചടങ്ങ്, പേരിടലി ചടങ്ങ്, അങ്ങനെയുള്ള ചടങ്ങുകൾക്കൊക്കെ അവർ ഇരുത്തി ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളിയല്ലേ. സൂപ്പറല്ലേ. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയാണ്. കോട ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണാൻ സാധിക്കും. കോടയും കണ്ട് ആസ്വദിച്ചുകൊണ്ട് ആ ഒരു കൂടാരത്തിൻ്റെ ഊഞ്ഞാലിൽ നമുക്ക് ആടി ആസ്വദിക്കാൻ ഗൈസ്. കണ്ടോ, തൊട്ട് ബാക്കി നമ്മുടെ റിസപ്ഷനിൽ ആളുകൾ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെക്കിങ്ങിനുള്ള ആൾക്കാരും ചെക്കൗട്ടിനുള്ള ആൾക്കാരും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. റിസപ്ഷൻ കഴിഞ്ഞ് നമ്മൾ താഴോട്ട് വരുമ്പം ഇതുപോലെ തന്നെ 2 സൈഡിലും നിറച്ച് പൂക്കളും ചെടികളുമാണ്. ഇവിടെ കൂടുതലും ചെടികളും പൂക്കളും തന്നെ അല്ലേ. അതുപോലെ തന്നെ കിഡിലിനൊരു ഫോട്ടോ ഫ്രെയിം ഉണ്ട് കേട്ടോ. കൂടാരത്തിൻ്റെ വീഡിയോസ് നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ സെർച്ച് ചെയ്ത് കാണുമ്പോഴും അല്ലാതെ നോർമലി കണ്ടപ്പോഴും ഒക്കെ നമുക്ക് ആദ്യം ക്യാച്ച് ചെയ്യാൻ പറ്റിയത് ഈ ഒരു ഫോട്ടോ പോയിൻ്റാണ് കേട്ടോ. അങ്ങോട്ട് കയറിക്കോ, കുഴപ്പമില്ല, സേഫ്റ്റി ആണെന്നേ, പേടിക്കത്തില്ലെന്നേ, പേടിക്കണ്ട. ഞാൻ കയറാം മാറേ. ദേവട്ടിക്ക് പേടി, ഹൈറ്റിൽ കയറാൻ ഒക്കെ പേടി കേട്ടോ. ഞാൻ കയറാം മാറേ, എൻ്റെ കൂടെ കയറി വാ ഗായ്സ്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഈ കൂടാരത്തിലെ ഒരു ഹൈലൈറ്റ് ഫോട്ടോ പോയിൻ്റ് കേട്ടോ. ഇവിടെ നിന്ന് മൂന്നാർ മുഴുവൻ കാണാം. നമ്മൾ ഈ കൂടാരത്തിൻ്റെ ഏറ്റവും അടിപൊളി പോയിൻ്റായ ഫോട്ടോ ഫ്രെയിം പോയിന്റിൽ വന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇതാണ്ട് മുഴുവനും നമ്മുടെ ആ വയലറ്റ് പൂ ഇങ്ങനെ
വിരിഞ്ഞ് നിൽക്കുവാണ് സുഹൃത്തുക്കളെ. അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ. ഞാൻ പല റിവ്യൂ വീഡിയോസിലും കണ്ടിട്ടുണ്ട് കൂടാരത്തിലെ ഈ ഒരു ഭാഗം. ഇത് കണ്ടോ നിങ്ങൾ നോക്കിയേ, നിറച്ച് പൂക്കളാണ് കേട്ടോ. വയലറ്റ് പൂ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുവാണ്. ആ ഒരു തണുപ്പത്ത് ഈ ഒരു വയലറ്റ് പൂവും ഈ ഒരു പച്ചിപ്പും ഒക്കെ കണ്ടു നിൽക്കാനുള്ള ഒരു സുഖമുണ്ടല്ലോ മച്ചാന്മാരെ, പറഞ്ഞാൽ മനസ്സിലാകത്തില്ല കേട്ടോ. ഇത് കണ്ടോ, ഞാൻ ഈ ഒരു ഇവരുടെ കൂടാരത്തിൻ്റെ ആ ഒരു സ്പെഷ്യൽ ഫോട്ടോ ഫ്രെയിമിലാണ് കയറി നിൽക്കുന്നത്. ഇവരൊരു പ്രധാനപ്പെട്ട ഫോട്ടോ ഫ്രെയിമിലാണ്. താഴോട്ട് നോക്കുക കണ്ടോ, താഴത്തോളം ഗ്യാപ്പ് ഉണ്ട്, നമ്മൾ സൂക്ഷിച്ച് നിൽക്കണം. അടിപൊളിയാണ്. ഇവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസുകളൊക്കെ എടുക്കാൻ സാധിക്കും. ഇവിടെ നിന്ന് എടുത്ത ഒത്തിരി ഫോട്ടോസുകൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ കാണാൻ സാധിക്കും. മണ്ടയ്ക്ക് നമ്മുടെ കൂടാരം എന്ന് എഴുതിയിട്ടുണ്ട്. തൊട്ട് താഴെ കുഞ്ഞൊരു മണി തൂക്കിയിട്ട്, കുഞ്ഞുമണിയല്ലേ വലിയ മണി കേട്ടോ, ഒരു മണി തൂക്കിയിട്ടുണ്ട്. ഇതാണ് ഫോട്ടോ ഫ്രെയിം. ഫോട്ടോ ഫ്രെയിം കണ്ട് നമ്മൾ താഴോട്ട് ഇറങ്ങുമ്പം റൈറ്റ് സൈഡിൽ നമുക്ക് ഇവിടെ ഒരു അടിപൊളി വെള്ളത്തിൻ്റെ, അതിൻ്റെ പേര് എനിക്കറിയത്തില്ല, എന്താ പേര് പറഞ്ഞത്, ഈ മ്യൂസിക് ഇടുമ്പോഴത്തേന് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കും. നൈറ്റ് DJ ഡാൻസ് ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് ലൈറ്റൊക്കെ ഉണ്ട്, ഒരു കളർ ബൾബുകളൊക്കെ ഉണ്ട്, അതെല്ലാം ഓൺ ആകും, മ്യൂസിക് ഇടും. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഈ സ്പ്രേ അടിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്മോക്ക് വരുന്ന പോലെ ഇങ്ങനെ സ്പ്രേ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഡാൻസ് ചെയ്യാനും നമുക്കിങ്ങനെ ആസ്വദിച്ചിരിക്കാനും ഒക്കെ പൊളിയാണ്. നല്ല തണുപ്പത്ത് ആ ഒരു വെള്ളം കൂടെ വീഴുമുണ്ടല്ലോ, അടിപൊളിയായിരിക്കും. ഇന്നലെ നല്ല തണുപ്പല്ലായിരുന്നു, ഇങ്ങനെ പുക പോകുന്ന പോലെ. അതിൻ്റെ പേര് എനിക്കറിയത്തില്ല എന്നാണ്. അതെ സ്മോക്കാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്, പക്ഷേ സ്മോക്കല്ല. ഇതിനുണ്ട്, ഇതിനകത്തെല്ലാം ചെറിയ കിടുത്തകളുണ്ട്, പോയിന്റുകളുണ്ട്. അതിനകത്തൊരു ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്യും. ആ സ്പ്രേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഊഞ്ഞാലിലേക്ക് ആടി ഇവിടെ ഇരിക്കാൻ സാധിക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മ്യൂസിക്കും അതുപോലെ തന്നെ ലൈറ്റ് ഓണാക്കും. തൊട്ടടുത്ത് നമുക്ക് ഈ അമ്പ് ചെയ്യുന്ന സംഭവം കാണാവേ. ഇതിൻ്റെ പേരെന്താ പറയുന്നത്? ഇവിടെ കറക്റ്റ് കൊള്ളിക്കണം, ടെന്നിക്ക് കൊള്ളിക്കണം. ദേവു രാവിലെ വന്നപ്പം ഒരെണ്ണം കൊള്ളിച്ചില്ല കറക്റ്റ്. രാവിലെ ദേവൂട്ടി ഒന്ന് കൊള്ളിച്ചു, പക്ഷേ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. 7 കൊള്ളിച്ചിട്ട് കാര്യമില്ല, കറക്റ്റ് 10 തന്നെ കൊള്ളിക്കണം. ഈ ഊഞ്ഞാൽ അടിപൊളിയാണ് ഇവിടുത്തെ അല്ലേ. ഇതൊരു ഹൈലൈറ്റ് ആണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ 3 ഊഞ്ഞാലുണ്ട് ടോട്ടൽ കൂടാരത്തിൽ. ഇത് എല്ലാം വെറൈറ്റിയാണ്. അതെ ഇന്നലെ ദേവൂട്ടി ഇവിടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഇട്ട് മ്യൂസിക് ഒക്കെ ഇട്ടപ്പോൾ ദേവൂട്ടി ഞാനും പാട്ടൊക്കെ പാടി എന്നോട് പറഞ്ഞു ഞാനും കൂടെ കയറാൻ പറഞ്ഞു. ഞാനും കൂടെ കയറി കഴിഞ്ഞാൽ പൊട്ടുമെന്ന് എനിക്ക് പേടി. പൊട്ടത്തൊന്നുമില്ല സുഹൃത്തുക്കൾ, അടിപൊളിയാണ്. ഇതിലും പൂ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. അങ്ങനെ നമ്മൾ ഊഞ്ഞാലിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ തന്നെ അടുത്ത് നമ്മുടെ ടെൻറ്റ് കാണാൻ സാധിക്കും. ഇതാണ് ഫസ്റ്റ് ടെൻറ്റ് കേട്ടോ. ഈ 2 ടെൻറ്റാണ് ഈ ആദ്യത്തെ ഫ്ലോറിൽ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ടെൻറ്റിൻ്റെ മുൻവശം കാണിക്കാം. ഇതെല്ലാം ചെക്കൗട്ട് ആയതാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ഫാമിലീസ് ഉണ്ടായിരുന്നു, എല്ലാം ചെക്കൗട്ടായി. ഈ ഒരു ടെൻറ്റ് കണ്ടോ, നമ്പർ 1 ടെൻറ്റാണ്. കൂടാരം ഗ്ലാമ്പിംഗ് ബൈ നേച്ചർ ഫാം. 1ാം നമ്പർ കൂടാരമാണ് ഇത് കാണുന്നത്, ടെൻറ്റാണ് കാണുന്നത്. ഇവർക്ക് ഇവിടെ ഒരു ടേബിളും 2 ചെയറും ഇരുമ്പിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ മറ്റൊരു കൂടാരവും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു സീറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 2 കൂടാരങ്ങളുടെ മുമ്പിലോട്ട് നോക്കുമ്പോൾ ഒരു വ്യൂ നിങ്ങൾ നോക്കിയേ. മുട്ടനൊരു പാറയും തേയിലത്തോട്ടവും മലനിരകളുമാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇവിടെയൊക്കെ രാവിലെ പക്ക കോടയായിരുന്നു കേട്ടോ. ഈ പാറ കണ്ടോ, അതിലും വലിയ പാറയാണ് ഇത് കേട്ടോ. ഈ ഒരു സെക്ഷൻ കൂടാരത്തിന് താഴോട്ട് നിങ്ങൾ നോക്കിയേ, താഴോട്ട് 3 കൂടാരങ്ങൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ തൊട്ടടുത്ത് നമ്മുടെ നോർമൽ ടെൻറ്റ് കാണാൻ സാധിക്കും. ഈ മരം എന്താ ചേട്ടി? ഈ മരം ഗായ്സ്, ഈ മരത്തിൻ്റെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം? ഇല കണ്ടിട്ട് ഈ മരം അറിയാമെന്ന് പറയുന്ന കമൻറ്റ് ചെയ്യാണ്. ഇത് ഹൈ റേഞ്ചിൽ മാത്രം കേൾക്കുന്ന മരമാണോ? ഒരുപാട് കാണാത്ത ഒരുപാട് മരങ്ങളുണ്ടല്ലേ. ഈ മരത്തിൻ്റെ ചുറ്റും ഇങ്ങനെ റൗണ്ടൊക്കെ കെട്ടി നമുക്ക് ഇവിടെയൊക്കെ വന്ന് ഇരിക്കാൻ പറ്റും. എവിടെ നോക്കിയാലും ഫോട്ടോ പോയിന്റുകളും ഇരിപ്പിടങ്ങളുമാണ് കേട്ടോ. ഇതൊരു ചെറിയ സ്റ്റേജാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ നമുക്ക് പ്രോഗ്രാംസ് ഒക്കെ നടക്കാം. മൈക്കിൻ്റെ ചെറിയ സ്റ്റാൻഡ് കാണുന്നുണ്ട്. ഇവിടെ മറ്റേ വാട്ടർ പ്രോഗ്രാമൊക്കെ ഇടുമ്പോൾ, ലൈറ്റൊക്കെ ഇടുമ്പോൾ ഇവിടെ നമുക്ക് പാട്ടും കാര്യങ്ങളൊക്കെ വെച്ച് ഡാൻസ് ചെയ്യാനോ പ്രോഗ്രാംസ് സെറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അത് കണ്ടോ, ആ ബ്രോ ആ ടെൻറ്റ് ഓപ്പൺ ആക്കി നമുക്ക് നോക്കാവേ. ടെൻറ്റ് ഇത് നോർമൽ ടെൻ്റ് അല്ലേ? ഇത് നോർമൽ ടെൻ്റാണ്. ഹായ്, ചെക്കിംഗ് ആണോ ബ്രോ? ചെക്കിംഗ്. ആ ടെൻറ്റ് ഓപ്പൺ ആക്കും കേട്ടോ. ഞാൻ ഈ ടെൻറ്റ് കൂടുതലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൂ. നോക്കട്ടെ ബ്രോ, ഇതിൻ്റെ ആക്കുമെന്ന് കാണിക്കാവോ? ഇത് കണ്ടോ, സൂപ്പർ. എത്ര പേരുണ്ട്? കംഫോർട്ട്. സൂപ്പർ. യുവർ നെയിം? Parikshit from Bangalore. Bangalore. Okay, first time Munnar. So we will come every weekend here. Every weekend here. We are a trip organization. First time Kudaram resort. Kudaram first time, but we are a trip organization called Trippa Trails. We book a property every year from past 3 years. Okay. സൂപ്പർ. ടെൻറ്റിലോട്ട് വെള്ളം കയറുമെന്നുള്ള ഒരു പേടി നിങ്ങൾക്ക് വേണ്ട. ഇത് കണ്ടോ, ഇതിന് മുകളിൽ നല്ലൊരു ബോർഡ് കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളമൊന്നും ടെൻറ്റിലേക്ക് ഇടിച്ച് കയറത്തില്ല. അതുപോലെ തന്നെ ടെൻറ്റിൻ്റെ ചുറ്റും വേണ്ട ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മറ്റ് ശല്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇതെന്താ ദേവൂട്ടി കാണുന്നത്? കാറ്റിൻ്റെ ഒരു പവർ അറിയാനുള്ള സംഭവം തോന്നുന്നു അല്ലേ? നേരെ നിൽക്കും, കാറ്റടിക്കുമ്പോൾ ഇതിങ്ങനെ നേരെ നിവർന്ന് വിരിഞ്ഞ് നിൽക്കും അല്ലേ? ഓക്കെ, അതാണിത്. കാറ്റിൻ്റെ ഒരു പവർ അറിയാൻ സാധിക്കും. ഇറങ്ങേ, നമുക്ക് തൊട്ട് താഴത്തെ സെക്ഷനിലേക്ക് പോകാം. ഇതുവഴി ഇറങ്ങാവേ. ചെറിയ സ്റ്റെപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു കൂടാരം എന്ന് എഴുതിയ ഒരു ലവ് കണ്ടോ, നോക്കി ഹാർട്ടാണ് കണ്ടോ, അടിപൊളിയാണ്. ഇവിടെ ഞങ്ങൾ നൈറ്റ് വന്നപ്പം ഒരു വയലറ്റ് കളറിൽ ലൈറ്റ് അതിൻ്റെ ചുറ്റും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നൈറ്റ് ഫോട്ടോ എടുക്കാൻ അടിപൊളിയായിരുന്നു. പക്ഷേ കോട കാരണം നമുക്ക് ഫോട്ടോ എടുത്താലും കിട്ടത്തില്ലായിരുന്നു. ദൈവം ഇന്നലെ എൻ്റെ മുകളിൽ കയറിയല്ലേ?
കയറാൻ ബുദ്ധിമുട്ടായിരുന്നു, പേടിച്ച് അല്ല. ഈ സ്റ്റെപ്പ് വഴിയാണ് ഇതിൻ്റെ മുകളിലേക്ക് കയറേണ്ടത്. ദയവിട്ട് ശരിക്കും പേടിച്ചായിരുന്നു. ഇത് കണ്ടോ, ഈ ഇരുമ്പ് സ്റ്റെപ്പ് വഴി ഇതിൻ്റെ മുകളിൽ കയറി നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിക്കും സുഹൃത്തുക്കളെ. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ തൊട്ട് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ നോക്കിയേ, എന്താ രസമെന്ന് നോക്കിയാൽ. ദൂരെ കാണാം നമുക്ക് നമ്മുടെ കൊച്ചി ഹൈവേ കാണാം, കണ്ടോ സൂപ്പർ അല്ലേ. മൂന്നാറിൽ നിന്നും കൊച്ചിക്ക് പോകുന്ന റോഡാണ് ഞാൻ കാണുന്നത്. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ട് നമുക്ക് വായിക്കാവേ, ഓൺലി 2 people at 1 time. താങ്ക് യു. അതെ അതെ അതെ, ഒരു സമയത്ത് 2 പേര് ഇതിന് മുകളിൽ കയറാൻ നിൽക്കാവുള്ളൂ, അതിൽ കൂടുതൽ നിൽക്കില്ല, കാരണം ഇതെല്ലാം വുഡ് കൊണ്ട് സെറ്റ് ചെയ്തേക്കുന്നതാണ്. അതുപോലെ തന്നെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യുന്ന ഇവിടെ തോന്നല്ലോ, ക്യാമ്പ് ഫയർ ഇവിടെയാണ് റെഡിയാക്കുന്നത്. ഇന്നലെ മഴ ആയതുകൊണ്ട് ഞങ്ങൾക്ക് മുകളിൽ സെറ്റ് ചെയ്ത് തന്ന്. നമുക്കിവിടെ ഇരിക്കുന്നതൊന്നും കസേരയിലല്ല, തടി കൊണ്ടുണ്ടാക്കിയ നാച്ചുറൽ കസേരയാണ്. അതാണ് നേച്ചർ ഫാം റിസോർട്ട്. നമ്മുടെ നാച്ചുറലായിട്ടുള്ള തടി കൊണ്ടുള്ള കസേരയിലാണ് ഇവിടെ ക്യാമ്പ് ഫയറിനുള്ള സീറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ചെറിയ സ്റ്റേജ് പോലത്തെ സംഭവം കാണാൻ സാധിക്കും. ഇത് 2 ടെൻറ്റുണ്ട്. നമുക്കിവിടെ ടെൻറ്റിൻ്റെ മുൻവശം പോയി കാണാം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ പോകണം, ഗ്യാപ്പുണ്ട്. അവിടെ ഫാമിലി ഉണ്ടെന്ന് അറിയത്തില്ല. ഇവിടെ ഒരു വുഡൻ സ്റ്റൈൽ കൂടാരം എന്ന് എഴുതിയിട്ടുണ്ട്. കൂടാരത്തിൻ്റെ തൊട്ട് മുമ്പിൽ 3 കൂടാരങ്ങൾ കാണാൻ സാധിക്കും. ഈ 3 കൂടാരവും അടുപ്പിച്ചാണ്. ഒരു ഫാമിലിയൊക്കെ മൊത്തത്തിൽ വന്നാൽ ഈ 3 കൂടാരം കൂടെ എടുത്ത് അടിപൊളിയല്ലേ അല്ലേ. എല്ലാവർക്കും കൂടെ ഒരു 3 ഫാമിലിക്ക് ഒന്നിച്ച് അടിച്ച് പൊളിക്കാം. ഇവിടെ ഇതുപോലെ തന്നെ ഇരുമ്പിൻ്റെ സീറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ അതുപോലെ തന്നെ വുഡൻ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ വുഡ് കൊണ്ട് തന്നെ ഒരു ടേബിളും ഒരു 1 2 3 4 5 6 7 ചെയർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. തൊട്ടടുത്ത് നമ്മുടെ മുമ്പേ നമ്മൾ കണ്ട ആ ഒരു ടെൻറ്റും കാണാൻ സാധിക്കും. നമ്മൾ അതുവഴിയാണ് ഇങ്ങനെ ഇറങ്ങി വന്നത്. ഇതെവിടെ ഈ ഒരു ലൊക്കേഷൻ എങ്ങനെയുണ്ട്, ഈ ഒരു സൈറ്റ് എങ്ങനെയുണ്ട്, സൂപ്പർ അല്ലേ. ഒരു 3 ഫാമിലിക്ക് അടിച്ച് പൊളിക്കാം. അതെ, നേച്ചർ ഫാം റിസോർട്ടിൻ്റെ ആ പേരിൽ നീതി പുലർത്തുന്ന ഒരു റിസോർട്ട് ഞാൻ പറയുവാണെങ്കിൽ അത് കൂടാരമാണ് കേട്ടോ. എന്ത് മരമാണെന്ന് എനിക്കറിയത്തില്ല, നല്ല രസമുണ്ട്, നല്ല തണലും തരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. ഹൈ റേഞ്ചിൽ കൂടുതലും കേൾക്കുന്ന മരമാണെന്ന് തോന്നുന്നതൊക്കെ. റോസ് കളറിലെ പൂവുണ്ടോ അറിയില്ല. നമ്മുടെ കൂടാരത്തിൽ വന്ന മറ്റ് ഫാമിലീസ് ഉണ്ട്, അവരോട് നമുക്ക് അഭിപ്രായം ചോദിക്കാം കേട്ടോ. ചേട്ടാ പേരെന്ന് പറയാമോ? സനൂപ് അല്ലേ. ചേട്ടൻ്റെ പേരോ? ഷാഹുൽ. നിങ്ങളെല്ലാവരും ഫാമിലി അല്ലേ? ഓക്കെ. എങ്ങനെയുണ്ട് ചേട്ടാ നമ്മുടെ റിസോർട്ട്? അടിപൊളിയല്ലേ, നല്ലൊരു സ്ഥലത്തിലാണ്. പ്രതീക്ഷിച്ചില്ല ഇത്രയും. അതെ, നമ്മൾ ആ മുകളിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന വഴിയൊക്കെ അതെ ഒരു ഓഫ് റോഡ് ഫീലിംഗ് ഉണ്ട്. അതുകൊണ്ട് ഓഫ് റോഡും കിട്ടി, നല്ലൊരു റിസോർട്ടും കിട്ടി. എങ്ങനെയുണ്ട് ചേട്ടാ അഭിപ്രായം? വളരെ നല്ലതാണ്. നമ്മളിപ്പോൾ മൂന്നാറൊക്കെ വരും, സാധാരണ നമ്മൾ റിസോർട്ട് എടുക്കുന്ന ഒരു അടച്ചുപൂട്ടിയ ഒരു റൂമിനകത്തിരിക്കാൻ ഭയങ്കര വൈബാണ്. അതെ അതെ അതെ, റൂമിലാകുമ്പോൾ നമുക്ക് ആ ഒരു അടച്ചുപൂട്ടിൽ ഫീൽ ചെയ്യും. അതെ, ഇവിടെ നമുക്ക് തുറന്ന് നടക്കാം, നല്ലൊരു പ്രകൃതി ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഇവിടെ തന്നെ വരണമെന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ, എന്തായാലും പ്രത്യേക ഒരു വൈബ് ഉണ്ട് കേട്ടോ. യെസ്. ചേച്ചി എങ്ങനെയുണ്ട് നമ്മുടെ കൂടാരം? നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ആണല്ലേ, സൂപ്പർ ആണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്? മൂന്നാർ ഫസ്റ്റ് ടൈം ആണല്ലോ? അല്ല, മൂന്നാർ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട്. പേര് പറഞ്ഞ കുഞ്ഞെ? ഐശ്വര്യ അല്ലേ? ഇഷ്ടപ്പെട്ടോ കൂടാരം? കൂടാരം ഇഷ്ടപ്പെട്ടോ? പറ. ഫ്ലൈങ് കിസ്. ഈ ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കൂടാരം റിസോർട്ട്? ഇഷ്ടപ്പെട്ടോ? ഒരു റൂമിൽ അടച്ച് പൂട്ടിയിടുന്നേക്കാട്ടും നമുക്കൊരു ഫ്രീഡം ആയിട്ടല്ലേ? അതെ അതെ, എക്സ്പീരിയൻസ് ആണ്. ഉണ്ടോ കുഞ്ഞിവിടെ അമ്പി ചെയ്യുകയാണേ, കറക്റ്റ് കൊള്ളിക്കണേ. ആ 10 കൊള്ളിക്കേ, 10 ഒന്നും കൂടെ ട്രൈ ചെയ്യേ. യെസ്, കറക്റ്റ്. കുറച്ചും കൂടെ മതിയായിരുന്നു. നമ്മുടെ കൂടാരത്തിൻ്റെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു കാളവണ്ടിയാണ് കേട്ടോ. അതുകൊണ്ട് അവിടെ ഒരു റീൽസ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തേന്മാവിൻ കൊമ്പത്തിലെ ഒരു സീൻ റീൽസ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തേന്മാവിൻ കൊമ്പത്തിലെ ഒരു റീൽ ഷൂട്ട് ചെയ്യുവാണേ. മോനെ പേരെന്ന് പറയാമോ? മനാൽ. ഇവിടുത്തെ ഒരു റീൽസ് താരമാണ്. ഞങ്ങൾ ഇന്നലെ പരിചയപ്പെട്ടപ്പം കുറേ റീൽസ് ചേച്ചി ഞങ്ങളെ കാണിച്ചു തന്നു. അടിപൊളിയാണ് കേട്ടോ. വീഡിയോസൊക്കെ ഇന്നും ചെയ്യണം. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേരെന്ന് പറഞ്ഞേ? മനാൽ എസ് എസ്. ഗൈസ്, മനാൽ എസ് എസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഒരുപാട് അടിപൊളി വീഡിയോസ് ഉള്ളതാണ്. ചേട്ടൻ സിനിമയിൽ എന്തോ പ്രവർത്തിക്കുന്ന ആളല്ലേ? ആക്ടറാണല്ലേ? ഏത് മൂവിയിലൊക്കെ ഉണ്ട്? ഓ, ഗാനഗന്ധർവത്തിലും ഉണ്ടല്ലേ? ഓക്കെ, ചെയ്തു പോകുന്നു. സിനിമയിലുണ്ടല്ലേ? അതുപോലെ തന്നെ സിനിമയിലെ മറ്റൊരു അണിയറ പ്രവർത്തകനാണ് നിൽക്കുന്നത്, പ്രൊഡക്ഷൻ കൺട്രോളാണ് നിൽക്കുന്നത്. ചേട്ടാ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഒക്കെ സിനിമയിലെ? അടിപൊളി ആണല്ലേ? കണ്ണൂർ സ്കോഡ്. ഓ, അത്ര ഫിലിം സ്റ്റേറ്റ് ഉണ്ട്. ഓക്കെ, പുതിയ മൂവിയാണ്. ഓ, അടിപൊളിയായിരിക്കുമല്ലോ. അപ്പം സിനിമയുടെ നമ്മുടെ ഈ ഒരു പ്രവർത്തകനും അഭിനയിക്കുന്ന നമ്മുടെ ഒരു പുതുമുഖ നടനും ഞങ്ങളുടെ വക ഒരു ഓൾ ദി ബെസ്റ്റ്. ദൈവം അനുഗ്രഹിക്കട്ടെ. വലിയ വലിയ ഉയരങ്ങളിലെത്തട്ടെ രണ്ടുപേരും.
അനാലിന് ഒരു ഓൾ ദി ബെസ്റ്റ് കേട്ടോ. നല്ലൊരു ഫേമസ് യൂട്യൂബറും ഒരു റീൽസ് ചെയ്യുന്ന ആളുമായിട്ട് മാറട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ കൂടാരത്തിലെ അട്രാക്ഷനായ ഒരു കാളവണ്ടി. കുഞ്ഞിവിടെ കളിക്കുന്നു. ഹായ് ഹായ് പറ, ഹായ് പറ. കാളവണ്ടി കളിക്കുകയാണ്. കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോഴത്തെ തലമുറകളൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇതാണ് ആ ഒരു കാളവണ്ടി വൈറ്റ് കളറൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നോ സ്മോക്കിംഗ് ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അവിടെ നോ ആൽക്കഹോളിക്ക് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ വേണ്ട ഒരു കുഞ്ഞ് പൈതലിരിപ്പം നമുക്കൊരു പരിചയപ്പെടാം. ഹായ് ഹായ് ഹായ്, ഒരു ഹായ് പറയൂ. ഹായ് പറ. പേരെന്നാ കുഞ്ഞിൻ്റെ? ഐഷു. ഐഷു എന്നാണോ പേര്? എവിടാ വീട്? വീട് എവിടാ? കോട്ടയം. ഹായ്, നമ്മുടെ കോട്ടയംകാരല്ലേ? നമ്മുടെ കോട്ടയംകാർ. കുഞ്ഞിൻ്റെ പേര് പറഞ്ഞേ. ഇന്നലെ ഫുൾ ഓണാണ് ചെക്കൻ കേട്ടോ. അടിപൊളിയാണ്. ഞങ്ങളുടെ ക്യാമ്പ് ഫയർ മുതൽ എല്ലാ കാര്യത്തിനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അല്ലേ ദേവിട്ട്? അടിപൊളിയായിരുന്നു. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് അങ്ങോട്ടും പോകുമ്പോഴും ഇങ്ങോട്ടും പോകുമ്പോഴും ചേട്ടാ താങ്ക്സ് പറയുന്നുണ്ടായിരുന്നു. അടിപൊളിയാണ്. കൂടാതെ എങ്ങനെയുണ്ട് നമ്മുടെ റിസോർട്ട്? സൂപ്പറാണോ? ഇഷ്ടപ്പെട്ടോ? നല്ലതാണോ? ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് ഊഞ്ഞാലും നമ്മുടെ മറ്റ് ആക്ടിവിറ്റീസൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറല്ലേ? എല്ലാം എൻജോയ് ചെയ്തോ? എൻ്റെ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഇവിടെ വന്നിട്ട് എല്ലാം എൻജോയ് ചെയ്യണേ. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസോർട്ടാണ് നമ്മുടെ കൂടാരം മൂന്നാർ കേട്ടോ. ഒക്കെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കണ്ടോ. അടിപൊളി ഫ്രെയിമാണ്. എവിടെ നിന്നാലും ഫോട്ടോ പോയിൻ്റാണ്. നമ്മുടെ കാളവണ്ടി കണ്ടതിന് ശേഷം നമ്മൾ തൊട്ട് താഴോട്ട് ഇറങ്ങുമ്പോൾ കാണാൻ സാധിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ മറ്റ് ടെൻറ്റുകളാണ്. തൊട്ട് താഴോട്ട് ഒരുപാട് ടെൻറ്റുകളുണ്ട്. നമുക്ക് ഇതുവഴി ഇറങ്ങിയിട്ട് വരാം. ഇതുവഴി ഇറങ്ങി ലെഫ്റ്റിലോട്ട് പോകണം. നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പം ആ മല നമ്മുടെ അടുത്തോട്ട് വരുന്നതോട്ടോ നമ്മൾ ആ മലയുടെ അടുത്തോട്ട് പോകുന്നതോട്ടൊക്കെ ഒരു ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? അതെ അതെ അതെ, മല നമ്മളോട് അനങ്ങുന്ന പോലെ ഫീൽ ചെയ്യുന്നു. ഇവിടെ ഒരു 3 ടെൻ്റ് ഉണ്ടല്ലേ? ആദ്യം തന്നെ ഇവിടെ ടേബിൾ കാണാൻ സാധിക്കും. ഒരു 6-ാം നമ്പർ ടെൻ്റാണ്. തൊട്ടപ്പുറത്ത് 7-ാം നമ്പർ കൂടാരം കാണാൻ സാധിക്കും. ഇത് 7-ാം നമ്പർ കൂടാരമാണ്. തൊട്ട് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ അടുത്തൊരു കൂടാരം കൂടെ കാണാൻ സാധിക്കും. ഇവിടെ എല്ലാം മറ്റേ നീലപ്പൂ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുവാണ് സുഹൃത്തുക്കളെ. മുഴുവൻ നീലപ്പൂ കേട്ടോ. ഇതാ ഇവിടെ ഒരു ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ കാണുന്നൊരു കൂടാരമാണ് ഇവിടുത്തെ ലാസ്റ്റ് കൂടാരം. കൂടാരത്തിൻ്റെ ലാസ്റ്റ് അല്ല, ഈ ഒരു പോയിന്റിലെ ലാസ്റ്റ് കൂടാരമാണത്. ഇതെല്ലാം ലോക്കാണ്. ഇതൊന്നും ഇപ്പം ആളുകൾ ഇതിൽ വന്നിട്ടില്ല. ചെക്കിങ് ഉണ്ടായിരിക്കും ഇവിടെയൊക്കെ അല്ലേ? 3 മണിക്കാണ് ഇവിടെ ചെക്കിങ് ടൈം. അപ്പം 3 മണി കഴിഞ്ഞൊക്കെ ആളുകൾ വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെയൊക്കെ താഴ്വാരങ്ങളാണ് കേട്ടോ. എങ്ങനെയുണ്ട് ഈ ഒരു ഭാഗം? ഈ ഒരു ഭാഗം എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? എല്ലാ പോയിന്റും അടിപൊളിയാണ് അല്ലേ? ഇന്ന സ്ഥലമൊന്നുമില്ല, ഇന്ന ടെൻ്റൊന്നും ഇല്ല. എല്ലാ വൈബാണ് അല്ലേ? കുറച്ചും കൂടി ഒരു പ്രൈവസി ആഗ്രഹിക്കുന്നവർക്ക് വേണമെങ്കിൽ ഇവിടെ വരാം. ഇവിടെ വലിയ ശല്യമില്ല. അങ്ങോട്ട് മാറി ആ ഒരു ടെൻറ്റിൽ ക്യാമ്പ് ചെയ്യാം. അടിപൊളിയല്ലേ? സൂപ്പർ. ഗൈസ്, ഇവിടെ എല്ലാം ഈ ഒരു നീലപ്പൂവാണ് നിറച്ചും. ഇത് ജനറേറ്ററാണ് കേട്ടോ. ഇത് ജനറേറ്റർ എന്തോ ഓണാക്കിയിരിക്കുന്നതുകൊണ്ട് കുറച്ചൊരു സൗണ്ടിന് ബിഗ് ബ്ലോഗർ ഇങ്ങനെ ഓടിപ്പാഞ്ഞ് തുള്ളിച്ചാടി എൻജോയ് ചെയ്ത് നടക്കുകയാണ് ഗൈസ്. ഞാൻ പറഞ്ഞതിന് തുള്ളി കാണിക്കുക. നെല്ലിമരമൊക്കെ നിപ്പുണ്ട്. അതെ, നല്ല രസമാണ് എല്ലാം. നമ്മുടെ സ്വന്തം വേലിപ്പരുത്തി, നമ്മുടെ നാട്ടിലെ നമ്മുടെ കേട്ടോ. മറ്റു നീല വയലറ്റ് പൂക്കളുടെ ഇടയ്ക്ക് നമ്മുടെ ചെക്കൻ നിൽക്കുന്നുണ്ടോ? അടിപൊളിയല്ലേ? വേലിപ്പരുത്തി എപ്പോഴും എല്ലായിടത്തും അടിപൊളിയാണ്. 7-ാം നമ്പർ ടെൻ്റാണ് മുകളിൽ കാണുന്നത്. അതിൻ്റെ തൊട്ട് താഴോട്ടിറങ്ങി ലെഫ്റ്റ് തിരിയുമ്പോൾ ഇവിടെ വരെ നമുക്ക് വന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാൻ സാധിക്കും. ഇവിടെ മുഴുവൻ ആ ഒരു വയലറ്റ് പൂ കേട്ടോ. നോക്കിയേ, അടിപൊളി. ആ ഒരു ഫോട്ടോ ഫ്രെയിം ഇല്ല, നമ്മുടെ ഫസ്റ്റ് ഫോട്ടോ ഫ്രെയിം കൂടാരത്തിൻ്റെ, അതിൽ കയറി നിൽക്കുമ്പോൾ ഉണ്ടല്ലോ ഈ വയലറ്റ് പൂക്കളെല്ലാം ഇങ്ങനെ ഫുള്ള് കവറായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആ ലൈൻ കമ്പിൽ ഒരു കൊച്ചു കുരുവി നിൽക്കുന്നുണ്ടോ? ആ കുരുവി രാവിലെ നമ്മൾ ടെൻറ്റിൻ്റെ ഫ്രണ്ടിൽ വന്നായിരുന്നു അല്ലേ? നമ്മളെ തപ്പി വന്നതാണോ? ഈ ഒരു ഏരിയ ഇത്രയേ ഉള്ളൂ. നമുക്കിനിയും നമ്മുടെ ടെൻറ്റ് കാണിക്കാൻ പോകാം. അതാണ് ഹൈലൈറ്റ്. നമ്മുടെ ടെൻറ്റിന് മുമ്പിൽ കുറേ ടെൻറ്റുകളുണ്ട്. അത് കഴിയുമ്പോൾ ലാസ്റ്റാണ് നമുക്ക് തന്നിരിക്കുന്ന ഈ കൂടാരത്തിലെ ഏറ്റവും നല്ല പ്രൈവസി ആയിട്ടുള്ള, ഈ കൂടാരത്തിലെ ഏറ്റവും വ്യൂ ഉള്ള കിടിലം ഒരു ടെൻ്റാണ് ഇന്നലെ ഈ കൂടാരം ടീം നമുക്കായിട്ട് പ്രൊവൈഡ് ചെയ്തത്. ഒരു ടെൻറ്റ് കാണാൻ സാധിക്കും. പക്ഷേ അവിടെ ഫാമിലി ഉള്ളതുകൊണ്ട് നമുക്ക് ക്യാമറ കൊണ്ടുവരാൻ പറ്റത്തില്ല. റൈറ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ 4 ടെൻറ്റുകൾ ഒന്നിച്ച് കാണാൻ സാധിക്കും. നമ്മൾ അവിടെ നിന്നാണ് ഇറങ്ങി വന്നത്. നമ്മുടെ ഫോട്ടോ ഫ്രെയിം അവിടെ ലവിൻ്റെ ആയിട്ട് ഫോട്ടോ ഫ്രെയിം അവിടെ കാണാൻ സാധിക്കും. നമ്മൾ അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നു. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ റൈറ്റ് തിരിയുമ്പോൾ 1, 2, 3 ടെൻറ്റുകൾ കാണാൻ സാധിക്കും. ഇവിടെ എല്ലാം ചെക്കൗട്ടാകുമ്പോൾ നമുക്ക് ഇതുവഴി അങ്ങോട്ട് കടന്നു പോയിട്ട് വരാം. ഗൈസ്, ഇവിടെ എല്ലാം ഫാമിലി ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടുണ്ട്, ഉണങ്ങാൻ വിരിച്ചായിരിക്കും. ഇവിടെ 2 ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് 2 ടെൻ്റ്. ഗൈസ്, ദേവിയുടെ വലിയൊരു സംശയമാണ്. ഞാനും ആ സംശയത്തിൽ വലിയൊരു ഭാഗമാണ്. ഈ ഹൈ റേഞ്ച് വരുമ്പോൾ ഉള്ള മരങ്ങളെല്ലാം ഒത്തിരി ഹൈറ്റ് വെക്കാതെ വളരെ ഭംഗിയിൽ ഒരു തണലൊക്കെ തന്ന് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത മരങ്ങൾ എങ്ങനെ നിൽക്കുന്നത്? ഇങ്ങനെ പോകുന്നത്. അതെനിക്കുള്ള ഡൗട്ടാണ്. അതറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ഇവിടുന്ന് താഴോട്ട് ഇറങ്ങുമ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്ത ആ ഒരു കൂടാരത്തിൽ അതിമനോഹരമായ ടെൻറ്റ് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഇറങ്ങി വരുന്ന വഴിയിലെല്ലാം പൂക്കളാണ്. അതെ, എന്ത് രസമല്ലേ? അതെ, ഇത് കാണുന്ന മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. അടിപൊളിയാണ്. രാവിലെ ആ കാറ്റത്തൊക്കെ ഇത് കാണാൻ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ഒരു ഫാമിലി ഉണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് പോയി നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഈ സ്റ്റെപ്പ് എല്ലാം ഇങ്ങനെ ഇറങ്ങി ഈ നാച്ചുറലായിട്ടുള്ള
ഈ ഒരു നേച്ചറായിട്ടുള്ള സ്റ്റെപ്പെല്ലാം ഇങ്ങനെ ഇറങ്ങി നമ്മൾ താഴോട്ട് പോകുമ്പോൾ നമ്മുടെ ടെൻറ്റ് കാണാം. നമ്മുടെ ടെൻറ്റിന് മുമ്പേ ഇവിടെ 2 ടെൻറ്റും കൂടെ കാണാൻ സാധിക്കും. ഞാൻ ഇതുവഴി കയറി വരാം. ഇത് കണ്ടോ 18-ാം നമ്പർ ടെൻറ്റാണ്. 2 ടെൻറ്റുകൾ ഇവിടെ കാണാൻ സാധിക്കും. 2 ടെൻറ്റിൻ്റെ മുമ്പിൽ ഇതുകൊണ്ട് ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം നമ്മുടെ വയലറ്റ് പൂവ് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇതോടെ ആ കാണുന്നതാണ് ഞങ്ങളുടെ ടെൻറ്റ്. നമുക്ക് അങ്ങോട്ട് പോകാം. അതിന് മുമ്പ് ഇവിടെ 2 ടെൻറ്റുണ്ട്. അതുവഴി ഇങ്ങനെ ഇറങ്ങി വരണം. കമോൺ ഇറങ്ങിപ്പോരെ. അതെന്തുവാ? അത് നമ്മുടെ സ്വന്തം നാട്ടിലെ ചെടിയാണ്. അപ്പോൾ താടിയുടെ മറ്റൊരു വേർഷനാണ്. അതെ. ഇത് കണ്ടോ ഇവിടെ എല്ലാം ഏലച്ചെടികൾ കാണാം കേട്ടോ. നമ്മളെ ഏലച്ചെടി ആ സൈഡ് മുഴുവൻ ഏലച്ചെടികളാണ്. അങ്ങോട്ട് പോയില്ല. ഏലം കാണിക്കാം. ഏലം കാപ്പിയൊക്കെ കാണും അല്ലേ. ഏലം എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഏലക്കൃഷികളൊക്കെ ഇത് കണ്ടോ ഗൈസ്. ഏലം എന്തിയേ ഇങ്ങോട്ട് ഇറങ്ങി വാ. ഇങ്ങോട്ട് ഇറങ്ങി പോരെ. പേടിക്കണ്ട. വീടായിരുന്നാൽ മതി. എന്തിയേ കായല്ലേ ഗായ്സ്. ഏലക്ക കണ്ടോ. ഇതാണ് നമ്മുടെ ഏലക്ക കണ്ടോ. അടിപൊളിയല്ലേ നോക്കിയേ. നമ്മുടെ ഏലക്ക കണ്ടോ. ഇത് വിളവെടുക്കാറൊന്നും ആയില്ലല്ലോ. ഇല്ല. ഇത് അപ്പോൾ ഇവിടുത്തെ ഫുഡിലും വെള്ളത്തിലുമൊക്കെ ഇവരുടെ നാച്ചുറലായിട്ടുള്ള ഇത് തന്നെ ഇടുന്നത്. പുറത്തുനിന്നങ്ങ് വാങ്ങിക്കുന്നതല്ല. കൂടാരത്തിൻ്റെ തന്നെ പ്രോപ്പർട്ടിയിൽ കൃഷി ചെയ്ത ഏലക്കായൊക്കെയാണ് ഇവിടുത്തെ പല വിഭവങ്ങളിലും നമ്മുടെ ചായയിലും ഒക്കെ അവരിട്ട് തരുന്നത്. അതുവഴിയാണ് നമ്മളിങ്ങനെ ഇറങ്ങി വന്നത് കേട്ടോ. എന്താണ്ട് ഈ 2 ടെൻറ്റ് നിങ്ങളെ കാണിച്ചു. ഇവിടെ 2 ടെൻറ്റുണ്ട്. ഈ ടെൻറ്റിൻ്റെ മുമ്പിലോട്ട് നമുക്കൊന്ന് പോയിട്ട് വരാം. ടെൻറ്റിൽ എല്ലാ ടെൻറ്റുകളും നിങ്ങളെ കാണിക്കണം. എന്നാലേ ഇതിൻ്റെ ഒരു വ്യൂ, ഈ ഒരു റിസോർട്ടിൻ്റെ വ്യൂ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. കണ്ടോ ഇതാണ് ഇവിടുത്തെ നമ്മുടെ ടെൻറ്റിന് മുമ്പിലുള്ള 2 ടെൻറ്റുകളെ. ഇത് കണ്ടോ 20-ാം നമ്പർ കൂടാരത്തിൻ്റെ ടെൻറ്റ്. ഇവിടെ 2 ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുമ്പിലുള്ള ഒരു വ്യൂ നിങ്ങൾ നോക്കിയാൽ ദൂരം മലനിരകളും നമ്മുടെ കൊച്ചിക്കുള്ള റോഡ് കാണാൻ സാധിക്കും. മൂന്നാറിൽ നിന്നും കൊച്ചിക്ക് വന്ന റോഡ് കാണാൻ സാധിക്കും. ഈ 21-ാം നമ്പർ റൂം കണ്ടോ. ഇതിൻ്റെ ഫ്രണ്ടിലും ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മരം പൈൻ മരമല്ലേ. ഈ ഒരു കൂടാരത്തിന് തൊട്ട് മുമ്പിൽ പൈൻ മരമുണ്ട്. അതൊരു വൈബാണ്. രാവിലത്തെ മഞ്ഞുതുള്ളികളൊക്കെ ഇങ്ങനെ വന്ന് പറ്റി പിടിച്ച് എനിക്ക് ദൈവട്ടി വന്ന് രാവിലെ ഈ ഇലയൊക്കെ അനക്കായിരുന്നല്ലേ. രാവിലെ ഞങ്ങൾ ബ്രഷ് ചെയ്യാനൊക്കെ പോയപ്പോഴത്തേന് കണ്ടോ നമ്മളിങ്ങനെ അതുവഴി താഴോട്ടാണ് ഇറങ്ങി വന്നത്. ആ ഒരു ടെൻറ്റ് കണ്ടു. അവിടെ അല്ലേ ഒരു ഫാമിലി ഉണ്ട്. പിന്നെ 2 ടെൻറ്റ് കണ്ടു. ഏലക്കാട് കണ്ടു. ഈ ഒരു ചെറിയ കൽപ്പടവുകളൊക്കെ കയറി നമുക്ക് അടുത്തയിലേക്ക് പോകാം. ഇവിടെ ടെൻറ്റിൻ്റെ അടിവശം എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇവിടെ ഒരു പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. പക്ക സേഫ്റ്റിയാണ്. നിങ്ങൾ നോക്കി ടെൻറ്റിൻ്റെ അടിയിൽ കൂടെ പാമ്പോ പഴുതാരയോ ഒന്നും ഒരു വന്യജീവികൾ പോലും കയറത്തില്ല കേട്ടോ. ഫുൾ സേഫ്റ്റിയാണ്. ഫുൾ അടച്ചുറപ്പോടെ നമ്മുടെ ജീവനും സുരക്ഷയ്ക്കും അവർ നല്ല ഉറപ്പ് തരുന്നുണ്ട് ഈ ഒരു കൂടാരം റിസോർട്ട് കേട്ടോ. അതുകൊണ്ട് നമുക്കൊന്നും പേടിക്കാതെ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാൻ സാധിക്കുന്നതാണ്. ദേവുട്ടി താഴോട്ട് പോയി നമ്മുടെ റൂം കാണിക്കൂ. ലോക്കിട്ടേക്കുമല്ലേ, പൂട്ടിയിട്ടേക്കുമല്ലേ. അതുപോലെ തന്നെ നമ്മൾ എവിടെ പോലും നമ്മുടെ റൂം പൂട്ടിയിടും. നമ്മുടെ മറ്റ് ആവശ്യമുള്ള സാധനങ്ങളും പൈസയൊക്കെ ഇരിക്കുന്നതല്ലേ. അപ്പം ഇതാണ് ദേവികാദാസും അനന്തവും ബിഗ് ലോവർ ടീം ഇന്നലെ സ്റ്റേ ചെയ്ത ഞങ്ങളുടെ സ്വന്തം കൂടാരം. ഇത് ഞങ്ങളുടെ കൂടാരം. നമ്മൾ ആർക്കും വിട്ടു കൊടുക്കത്തില്ല. ഇവിടെ ഇനി ഞങ്ങൾ എഴുതി കൊടുക്കാൻ പോകണം. ഇവിടെ ആര് സ്റ്റേ ചെയ്യാൻ വന്നാലും തരത്തില്ല. ഇത് ഞങ്ങളുടെ ആണെന്ന് എഴുതി കൊടുക്കാൻ പോകാം. പറ്റുമോ അങ്ങനെയൊന്നും പറ്റത്തില്ല. പക്ഷേ വല്ലപ്പോഴും നമുക്ക് ഇതൊരു ഓർമ്മയാണ്. നമ്മുടെ ലൈഫിലെ ഞങ്ങളുടെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഉണർന്ന, അതായത് ഞങ്ങളുടെ ഒരു ക്യാമ്പ്, നമ്മുടെ ഒരു ടെൻറ്റ് താമസം, ഒരു റിസോർട്ട് ജീവിതം ഞങ്ങളുടെ സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു കാണുന്ന കൂടാരത്തിൽ നിന്നാണ്. അപ്പോൾ ഇതിനെ ഒരിക്കലും മറക്കല്ലേ. ഇവിടെ ഞങ്ങൾ എന്ന് ഇവിടെ സ്റ്റേ ചെയ്യാൻ വന്നാലും ഈ ഒരു 22-ാം റൂം മാത്രമേ ഞങ്ങൾ ചൂസ് ചെയ്തുള്ളൂ. കണ്ടോ നോക്കി. കൂടാരം ഗ്ലാമ്പിംഗ് ബൈ നേച്ചർ ഫാം. ദേവുട്ടി ഡോറൊന്ന് ഓപ്പൺ ചെയ്തേ. ഇതാണ് ഞങ്ങളുടെ സ്വന്തം. കണ്ടോ ഈ ഒരു 3 സ്റ്റെപ്പുകൾ കടന്ന് നമ്മൾ കയറുന്നത് ഈ ഒരു അടിപൊളി ഒരു കൂടാരത്തിലേക്കാണ് നമ്മൾ കയറുന്നത്. നമ്മുടെ ടെൻറ്റിലേക്കാണ്. ഇത് കണ്ടോ അടിപൊളിയാണ്. നമ്മുടെ മെത്തയൊക്കെ വിരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി. ഒരു 4 പേർക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ സാധിക്കും. 3 പില്ലോയും അതുകൊണ്ട് തന്നെ ബ്ലാങ്കറ്റ്, 2 ബ്ലാങ്കറ്റുണ്ട്. തൊട്ട് മുകളിൽ നമുക്ക് അവിടെ ആവശ്യമുള്ള സാധനങ്ങൾ വേണമെങ്കിൽ എടുത്ത് വെക്കാം. ഞങ്ങൾ അവിടെ ഒന്നും വെച്ചില്ല, കാരണം നമ്മൾ ഈ മൂലയ്ക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. അതുപോലെ തന്നെ ഇവിടെ ഒരു കൊട്ടയുണ്ടല്ലേ. ഈ കൊട്ടയ്ക്കകത്ത് ഇപ്പോൾ നമ്മൾ കടിച്ചതിൻ്റെ വേസ്റ്റ് ഇട്ടിട്ടുണ്ട്. കാരണം വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 2 ലേസ് ഉണ്ടായിരുന്നു, ഒരു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വാങ്ങിച്ച മിച്ചറാണ് കേട്ടോ. പിന്നെ ഒരു കുപ്പി വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് രാത്രി വെട്ടമൊക്കെ കിട്ടാൻ വേണ്ടി പുറത്തിറങ്ങാനും അകത്ത് കത്തിച്ച് വെക്കാൻ വേണ്ടിയുള്ള ഒരു എമർജൻസി ലാമ്പ് ഉണ്ടായിരുന്നു. ഇതൊരു വുഡാ സ്റ്റൈൽ ടെൻറ്റാണ് കേട്ടോ. അതുകൊണ്ട് തണുപ്പൊന്നും ഉള്ളിലേക്ക് കയറത്തില്ല. പുറത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവമുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ടെൻറ്റിലെ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു പറയൂ. എന്നാലും ഒരു എന്നാലും തണുപ്പുണ്ടായിരുന്നു. മെത്ത രാവിലെ നല്ല തണുത്താണ് കിടന്നത്. മെത്തയും പില്ലോയും ബ്ലാങ്കറ്റും ഒക്കെ തണുത്താണ് കിടന്നത്. എന്നാൽ വലിയ രീതിയിലുള്ള തണുപ്പോ കാറ്റോ ഒന്നും കയറി നമുക്ക് ശല്യമില്ല. AC ഇട്ട് റൂമിൽ എങ്ങനെയാണ് കിടക്കുന്നത് അതുപോലെ ആസ്വദിച്ച് കിടക്കാൻ സാധിക്കും. അതെ, ഇതൊരു വുഡാ സ്റ്റൈല് എന്തോ സംഭവമാണ്. അതുകൊണ്ട് തണുപ്പ് ഒത്തിരി ഫ്ലൈവുഡ് അല്ലേ, ഫ്ലൈവുഡാന്ന് തോന്നുന്നു. അതുകൊണ്ട് തണുപ്പ് ഒത്തിരി അകത്തോട്ട് കയറത്തില്ല. പുറത്ത് പ്ലാസ്റ്റിക്കാണ്, പക്ഷേ അകത്ത് ഈ ഫ്ലൈവുഡ് ആയതുകൊണ്ട് തണുപ്പ് ഉള്ളിലേക്ക് വരത്തില്ല. പ്ലാസ്റ്റിക് വെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ്. അതുകൊണ്ട് മഴ നനയുവോ പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ സേഫ്റ്റി ആയിട്ട് വളരെ കംഫർട്ടായിട്ട് നമുക്ക് ഫാമിലി ആയിട്ടോ കപ്പിൾസായിട്ടോ കുഞ്ഞുങ്ങളായിട്ടോ ഇനി പ്രായമുള്ളവരോ ബാച്ചിലറോ ആര് വന്നാലും
അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സേഫ്റ്റി ആയിട്ട് ഈ ഒരു മൂന്നാറിനെ ആസ്വദിച്ച് സ്റ്റേ ചെയ്ത് ഒരു ദിവസം നൈറ്റ് ഉറങ്ങിയിട്ട് പോകാൻ സാധിക്കും അല്ലേ. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കേട്ടോ, സൂപ്പറാണ് കേട്ടോ. 2 ബ്ലാങ്കറ്റ് ഉണ്ട്, 3 പില്ലോ ഉണ്ട്. നല്ല സുരക്ഷിതത്വമായിട്ട് മൂന്നാറിന്റെ മലനിരകളും മൂന്നാറിന്റെ കോടയും മൂന്നാറിന്റെ തണുപ്പും മൂന്നാറിന്റെ ആ ഒരു നാച്ചുറൽ മണം ഉണ്ടല്ലോ, ഒരു ഏലക്കായുടെയും കുരുമുളകിന്റെയും എന്താ പറയുന്നത്, ദേവു ഇന്നലെ പറഞ്ഞില്ലായിരുന്നു നല്ല മണമുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ എവിടെ തിരിഞ്ഞാലും തേയിലപ്പൊടികളുടെയും അങ്ങനെ മറ്റു നല്ല നല്ല എന്തോ സുഗന്ധദ്രവ്യങ്ങളുടെയൊക്കെ മണങ്ങളാണ് ഈ ഒരു ഏരിയയിലുള്ളത്. ആ ഒരു തണുപ്പൊക്കെ ആസ്വദിച്ച് ഇങ്ങനെയൊക്കെ വന്ന് ടെന്റിൽ, അതും ഒരു അടച്ചു പൂട്ടിയ ഒരു റൂമല്ല, ഒരു ടെന്റ് വന്ന് സ്റ്റേ ചെയ്യുന്നത് അതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഞാൻ നിങ്ങളോടും പറയുവാണ്, ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നമ്മൾ മറ്റ് റിസോർട്ടുകൾ മോശമാണെന്നല്ല പറയുന്നത്, ഇതിൽ നിന്ന് ഒരു വെറൈറ്റിയാണ് കൂടാരം എന്നുള്ള ടീം നമുക്ക് വേണ്ടി ഈ ഒരു ടെന്റ് സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. നമ്മളൊക്കെ കുട്ടിക്കാലത്തായാലും ഇപ്പം മുതിർന്നവരാന്ന് പറഞ്ഞാലും നമ്മൾ വീട്ടിൽ നമ്മുടെ ഫാമിലിയൊക്കെ വരുമ്പോൾ എല്ലാവരും ടെന്റ് കിട്ടത്തില്ലേ, വീട്ടിൽ നിന്ന് അടുത്ത് ടെൻ്റൊക്കെ ഇട്ട്, അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ നമ്മൾ ഈ ഡെക്കാത്തലോണിൽ നിന്നൊക്കെ മേടിക്കും ടെൻറ്റുകളൊക്കെ വാങ്ങിച്ച് നമ്മൾ ഫുഡ് ഉണ്ടാക്കും, എല്ലാവരും സ്റ്റേ ചെയ്യത്തില്ലേ. അത്തരത്തിലൊരു എക്സ്പീരിയൻസ് ആണ് മൂന്നാറിൽ നമ്മുടെ ഈ ഒരു കൂടാരം ടീം ടെന്റ് ക്യാമ്പിംഗ് എന്ന് പറഞ്ഞ് നമുക്ക് തരുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. എക്സ്പീരിയൻസ് ചെയ്താലേ അത് മനസ്സിലാവുള്ളൂ. ഈ പില്ലൊക്കെ നല്ല വൃത്തിയാണ്, നമുക്ക് ഒന്നുകൊണ്ടും പേടിക്കണം. ഇങ്ങനെ കെട്ടിപ്പിടിച്ച പില്ലൊക്കെ നടക്കും, നല്ല നല്ല ഫ്രഷ് മണവും നല്ല എന്താ പറയുന്നത് ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. റൂമിലൊക്കെ കയറി വരുമ്പം ചില റൂമുകളിലൊക്കെ പോകുമ്പോൾ ഭയങ്കര മണങ്ങളൊക്കെ അടിപ്പിക്കും, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇതുണ്ടോ ഈ ബെഡ്ഷീറ്റൊക്കെ നല്ല കഴുകി നമ്മൾ വരുന്നതിന് മുമ്പേ ചെക്കൗട്ട് ആവുന്ന ആൾക്കാരുടെ എടുത്ത് മാറ്റി ഫ്രഷ് ആയിട്ട് വാഷ് ചെയ്ത് ഉണങ്ങിയത് കൊണ്ട് വിരിച്ച് അടിപൊളിയാക്കി നല്ല സേഫ്റ്റി ആയിട്ട് നമുക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് അനുഭവമാണ് കൂടാരം നേച്ചർ ഫാം റിസോർട്ട് മൂന്നാർ നമുക്ക് തരുന്നത്. കൂടാരം മൂന്നാറിലെ 22ാം ടെന്റിലിരിക്കുന്ന ദിവ്യദാസും അനന്ത സുരേഷും ബിഗ് ബ്ലോഗർ ടീം. ഇപ്പൊ ഞങ്ങൾ ഒന്നിക്കുമ്പോൾ ബിഗ് ബ്ലോഗർ ടീമാണ് അല്ലേ. അതെ, നമ്മുടെ കൂടാരം മൂന്നാറിലെ ഹൗസ് കീപ്പിങ്ങിലുള്ള സൈചേട്ടനാണിത്. ചേട്ടനാണ് ഇന്നലെ നമ്മളെ ഫസ്റ്റ് ഇവിടെ റൂമിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ കയറ്റിയതും വീട്ടിലെ ടോട്ടൽ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തന്നെ. സൈചേട്ടാ, എത്ര നാളായി കൂടാരത്തിൽ വർക്ക് ചെയ്യുന്നത്? 1 വർഷമാകുന്നല്ലേ? ഓ, അടിപൊളിയാണല്ലോ. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ? സുഖമാണ്. അതെ, നിൽക്കണം. ഓൾറൗണ്ടറാണ് ഇവിടുത്തെ. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങൾ ഇത്രയും വിചാരിച്ചില്ല, മറ്റേ ഫോട്ടോസും വീഡിയോസിലും കണ്ടിട്ട് ഇത്രയും അടിപൊളിയാണ്. കാരണം ഇവിടെ എവിടെ തിരിഞ്ഞാലും വ്യൂ ആണ്. ചേട്ടൻ്റെ ജോലി. അതെ അതെ അതെ, ഞങ്ങൾക്കും അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല. അത് ഞങ്ങൾ പ്രത്യേകം പറഞ്ഞു, ഇവിടുത്തെ നിങ്ങൾ ഓരോ ജീവനക്കാരും ഞങ്ങൾക്ക് ഒരു എന്താ പറയുന്ന ഒരു എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഓടി നിറം ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ട ആവശ്യമുള്ള ഫുഡാണെങ്കിലും പ്രത്യേകിച്ച് പറഞ്ഞ ഫുഡ് സൂപ്പറാണ് കേട്ടോ, ഒരു എക്സ്ട്രാ ഇല്ല, അടിപൊളി ഫുഡാണ്. നമ്മുടെ റിസപ്ഷൻ കേട്ടോ, നമ്മളിവിടെ വന്നതിൻ്റെ പേരും ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം കൊടുത്തു. ഇതാണ് നമ്മുടെ ഡൈനിങ്, ഇവിടെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നത്. തൊട്ടപ്പുറത്ത് നമ്മുടെ വാഷ് ഏരിയ ഉണ്ട് കേട്ടോ. അതാണ് നമ്മുടെ കൂടാരത്തിലെ വാഷ്റൂം. ഇത് ഒരു കോമൺ ബാത്റൂമാണ്, ലേഡീസിനും ബോയ്സിനും എല്ലാം ഒരുപോലെ വന്ന് യൂസ് ചെയ്യാനാണ്. എല്ലാം പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ. ഞാൻ ഇതിൻ്റെ ആകം കാണിക്കാം. ഇവിടെ തൊട്ടടുത്തൊരു ജനറേറ്റർ ഓൺ ആക്കിയിട്ടുണ്ട്, അതിൻ്റെ സൗണ്ട് കൊണ്ട് ക്ലിയർ ആണെന്ന് എനിക്ക് അറിയത്തില്ല. ഇതാണ് ബാത്റൂം കേട്ടോ. ഇതാണ് നമ്മുടെ ബാത്റൂമിൻ്റെ ഉൾവശം കേട്ടോ. ഒരു യൂറോപ്യൻ ക്ലോസർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു നമ്മുടെ വാഷ് ബേസിനുണ്ട്, പൈപ്പുണ്ട്, മിററുണ്ട് കേട്ടോ. അപ്പം ഈ മിറർ നമുക്ക് രാവിലെ ഷേവ് ചെയ്യുകയോ മുഖമൊക്കെ നോക്കുകയോ ചെയ്യാം. അവിടെ തന്നെ വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. നല്ലൊരു ബക്കറ്റ്, കപ്പ്, സോപ്പ്, ഷാമ്പു എല്ലാം ഉണ്ട്. ഇപ്പം ഗസ്റ്റ് വന്ന് കുളിച്ചിട്ടൊക്കെ ഇറങ്ങിയതേ ഉള്ളൂ. അപ്പം സോപ്പ്, ഷാമ്പു കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഒരു ഷവറുണ്ട്. അതിൽ പക്ക ക്ലീനാണ്, നല്ല അടിപൊളിയാണ്. നല്ല റൂം ഫ്രഷൊക്കെ വെച്ച് നല്ല ക്ലീനാക്കി നല്ല മണമൊക്കെ ഉണ്ട്. ഡൈനിങ്ങും റിസപ്ഷനും കഴിഞ്ഞ് റൈറ്റ് സൈഡിലോട്ട് ഈ കൽപ്പാടൊക്കെ വഴി കടന്നു കയറുന്നത് ഇവിടുത്തെ ഗെയിമിംഗ് ഏരിയയിലേക്കാണ്. ഗൈസ്, ഈ കാണുന്നതാണ് നമ്മുടെ മൂന്നാർ കൂടാരം റിസോർട്ടിൻ്റെ ഒരു ഗെയിമിംഗ് പോയിന്റ് കണ്ടോ. ഇവിടെ നമ്മുടെ ക്യാരംസ് ബോർഡൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഉണ്ട്. നമ്മുടെ ഒരു കൊട്ടയ്ക്കകത്ത് കൊട്ടയ്ക്കകത്ത് ലൈറ്റൊക്കെ വെച്ച് ആ ഒരു മൂഡിൽ ആ ഒരു ഗെയിം കളിക്കാനുള്ള മൂഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ചെസ്സുണ്ട്, ക്യാരംസ് ഉണ്ട്. ഇതിൻ്റെ പേരെന്താ ദേവുട്ടി? ടേബിൾ ടെന്നീസ് അല്ലേ? ടേബിൾ ടെന്നീസ് കളിക്കാനുള്ള അടിപൊളി സെറ്റിങ്സ് ഉണ്ട് കണ്ടോ. അടിപൊളിയല്ലേ? എനിക്കിത് അറിയാത്തതുകൊണ്ട് ഞങ്ങളിത് കളിക്കുന്നില്ല ഗൈസ്. ഇവിടെ ഒരു ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. 4-5 ചെയർ കിടപ്പുണ്ട്. മ്യൂസിക് സെറ്റ് ചെയ്യാനുള്ള സ്വിച്ച് ബോർഡും കാര്യങ്ങളും മൊബൈലൊക്കെ വേണമെങ്കിൽ കുത്തി വെക്കാൻ പറ്റും. അടിപൊളിയാണ്. നിങ്ങൾ നോക്കിയേ, നല്ലൊരു കൂളിംഗ് ഉണ്ട് ഇവിടെ കേട്ടോ. മൂന്നാറിൻ്റെ ആ ഒരു കൂളിംഗ് ഇതിനകത്ത് നല്ലതായിട്ട് അനുഭവപ്പെടാൻ പറ്റുന്നുണ്ട്. അപ്പം ഗെയിം കളിക്കാൻ താല്പര്യമുള്ളവർക്ക് ബോറടിക്കുന്നെങ്കിൽ ഇവിടെ വന്ന് ടേബിൾ ടെന്നീസോ ചെസ്സോ അതുപോലെ തന്നെ ക്യാരംസ് ബോർഡോ എന്ത് വേണം കളിക്കാൻ പറ്റുന്നതാണ്. ഈ കാണുന്നതാണ് കൂടാരത്തിൽ ഒരു ഹൈലൈറ്റ് ഫോട്ടോ പോയിൻറ്റ്. ഇതാണ് കൂടാരത്തെ മൂന്നാറിലെ അടിപൊളി ഒരു റിസോർട്ടാക്കി മാറ്റിയ ഒരു പോയിൻ്റ് കേട്ടോ. അതായത് ദൂരം നിങ്ങളൊരു മാലാകയുടെ ചിറക് കണ്ടോ, നല്ലൊരു പരുന്തിൻ്റെ ചിറക് കണ്ടോ, എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. അടിപൊളിയാണ് കേട്ടോ. ആ സ്റ്റെപ്പെല്ലാം കയറി വന്നപ്പോഴത്തേക്കും എന്നെ അണയ്ക്കുന്നു ഗൈസ്. അടിപൊളിയാണ്. ഐ ലവ് കൂടാരം. തൊട്ടടുത്തൊരു ചിറക് കാണാൻ പറ്റും. അവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കുമോ നമുക്ക് വീഡിയോ എടുക്കുമോ എന്ത് വേണം ചെയ്യാം. ഇവിടെ എല്ലാം ഒരു ഹൈറ്റിൽ ഒരു ടേബിൾ സെറ്റ് വെച്ചുകൊണ്ട് ഇരിക്കാൻ ചെയറില്ല. കാരണം ചെയർ ഇവിടെ നിൽപ്പുണ്ട്, പക്ഷേ ഇതിൻ്റെ കൂടുതൽ ചെയറില്ല. ഇത് ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് നിൽക്കുക, ചായ കുടിക്കുക, സംസാരിക്കാണ്ട് ഇതുപോലെ കണ്ടോ. ഇങ്ങനെയൊക്കെ ഇരുന്ന് നമ്മുടെ അയവിറക്കാനും സംസാരിക്കാനൊക്കെ പറ്റുന്നൊരു പോയിൻ്റാണ്. അണയ്ക്കുന്നുണ്ടോ? ഞാൻ ആ കയറ്റം കയറിയപ്പോൾ എനിക്ക് അണയ്ക്കുന്നുണ്ട് ഗൈസ്. അപ്പം ഇതുകൊണ്ട് ഇവിടെ എല്ലാം ഇതുപോലെ ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദൂരെ നമ്മുടെ ആ വയലറ്റ് പൂ ഇങ്ങനെ വിരിഞ്ഞ് നിൽപ്പുണ്ട്. അടിപൊളിയാട്ടോ, സൂപ്പർ.
ഫോട്ടോ പോയിൻ്റ് ആണ്. ഇതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ഫോട്ടോ പോയിന്റ്. സൂപ്പർ. അവിടെ കയറുന്നത് ദേവുട്ടി? അതെ, അവിടെ കയറുന്നത് ചിറക് വിരിച്ച് പറന്ന് പോകാൻ നോക്കുന്നത് ദേവുട്ടി. എൻ്റെ അടുത്തൊന്ന് പറന്ന് പോകല്ലേ. കയറിക്കോ, കയറി നിൽക്കേ, തിരി. ഇങ്ങനെ പേടിച്ചിട്ട് കാര്യമില്ല. ഇത്ര നല്ല ഫോട്ടോ പോയിന്റ് വേറെ കിട്ടത്തില്ല. വേറെ ഏതെങ്കിലും റിസോർട്ട് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇതിപ്പോൾ കൂടാരത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളൂ. അടിപൊളി. കൈയിട്ട് പറന്നാലും കാണിച്ച മണ്ടക്കൂടെ കൈ വെച്ചേ. അല്ല, അതിൻ്റെ ഒപ്പം വെക്ക കൈ. അങ്ങനെ കൈ പുറമോട്ട് കെട്ടിക്കേ. കൈ കാണാത്ത രീതി പുറമോട്ട് കെട്ടിക്കുക. അപ്പോൾ നിനക്ക് ചിറകുള്ള പോലെ ഫീൽ ചെയ്യും. ഓ പൊളി മോളെ, സൂപ്പർ. ആ ഒരു വെട്ടത്തിന് സൂപ്പർ. ദൂരെ നമ്മുടെ ദേവുട്ടി ചിറക് വിരിച്ച് നിൽക്കുമ്പോൾ ദൂരെ നമ്മുടെ മൂന്നാറിൻ്റെ ആ ഒരു ദൃശ്യ ഭംഗി കാണാൻ സാധിക്കും. ഇത് ഏതൊക്കെ ഏരിയയാണ് ഞങ്ങൾക്ക് ഒരു പിടുത്തമില്ല. ദൂരെ റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഒക്കെ കാണാൻ സാധിക്കും. പല ഓഫീസുകൾ കാണാൻ സാധിക്കും. അങ്ങ് ദൂരെ നമ്മുടെ ഒരു കൊച്ചി റോഡ് കാണാൻ സാധിക്കും. അതിലൊക്കെ വാഹനങ്ങൾ മൂന്നാറിലോട്ട് വരുന്നവരും മൂന്നാറിൽ നിന്നും തിരിച്ചു പോകുന്നവരൊക്കെ കാണാൻ സാധിക്കും. അതിന് മുകളിലേക്ക് മല തീരുന്നില്ല കേട്ടോ. കോട ഇങ്ങനെ മൂടി ഒരു മങ്ങലായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് വീഡിയോ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അടിപൊളിയാണ് ഇവിടുത്തെ ഒരു എന്താ പറയുന്ന ഒരു പ്രകൃതിയുടെ ഒരു ഭംഗിയും റിസോർട്ടിലെ ഒരു എക്സ്പീരിയൻസും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പം ഈ ഒരു കൂടാരം നേച്ചർ ഫാം റിസോർട്ടിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ലൈഫിലെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഇതൊരു റിസോർട്ടിൽ സ്റ്റേ ചെയ്യുന്നതും അതും ഒരു ടെൻറ്റിൽ ഒരു രാത്രി മൂന്നാറിൽ വന്ന് സ്റ്റേ ചെയ്തതും ഞങ്ങളുടെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ്. ദേവട്ടി ഹാപ്പി അല്ലേ? അതെ, ഇതുപോലൊരു അടിപൊളി റിസോർട്ട് വന്ന് താമസിക്കാൻ പറ്റിയത് ദൈവത്തോട് നന്ദി പറയുവാണേ. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന ആർക്കാണെങ്കിലും ഈ റിസോർട്ട് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. ലേഡീസിനാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പേടിക്കേണ്ട. അതായത് ലേഡീസാണ് പറഞ്ഞോ, എങ്ങനെയുണ്ട് റിസോർട്ട്? അടിപൊളിയാണ്. അതെ, വാഷ്റൂമൊക്കെ ഒന്നും പേടിക്കണ്ട കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇവിടുത്തെ ഓരോ സ്റ്റാഫും നമ്മളോട് അത്രയ്ക്ക് അവരുടെ ഉത്തരവാദിത്തോടു കൂടിയാണ് അവർ പെരുമാറുന്നത്. അതെ, ഇങ്ങോട്ട് പോരാ. മൂന്നാർ വരുന്നവർ വേറെ എങ്ങനെ നോക്കണം ഞാൻ പറഞ്ഞത്. നേരെ കൂടാരത്തിലേക്ക് പോരെ. ഗൂഗിളിലൊക്കെ ഇത് അവൈലബിൾ ആണ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ. ഇവരുടെ കോൺടാക്ട് നമ്പറും ഫുൾ ഡീറ്റെയിലും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോർഡ് ഞാൻ പിൻ ചെയ്തേക്കാം. നിങ്ങളെല്ലാവരും അത് ചെക്ക് ചെയ്യുക. നേരെ മൂന്നാറിലേക്ക് പോരും, കൂടാരത്തിലേക്ക് പോരും. കൂടാരം നേച്ചർ ഫാം റിസോർട്ടിന് ഞങ്ങളുടെ ഒരു വലിയ നന്ദി അറിയിക്കുന്നു. ഞങ്ങളോട് ചെക്കൗട്ട് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. ഞങ്ങളെ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടെ കുടിക്കും അല്ലേ. അപ്പം അടിപൊളി മൂന്നാറിൻ്റെ ഒരു 4ാമത്തെ വീഡിയോ വരുന്നതായിരിക്കും. അതിനുവേണ്ടി കട്ട വെയിറ്റിംഗ് ചെയ്യുക. അതുകൊണ്ട് ഞങ്ങളിവിടുന്ന് വിട വാങ്ങിയാണ്. ടാറ്റാ ബൈ കൂടാരം ടീംസ്.